ലൈവ് വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സൺസിറ്റി ജുവലറി പത്തനാപുരം, വിജയകൃഷ്ണ ജുവലറി പുനലൂർ, ഇലഗൻ ഇവന്റ്സ് കാറ്ററിംഗ് പത്തനാപുരം, പവിത്രം ജുവലറി പുനലൂർ, പാലിത്ര ഫാഷൻ ജുവലറി പുനലൂർ, തോട്ടുകടവിൽ പുനലൂർ, ജോസ് ടെക്സ്റ്റൈൽസ് പുനലൂർ. Pure golden beauty. My dream girl. For your wedding. Sun City Golden Diamonds, Main Road, Pattanapuram. 100% BIS Hallmark Gold. ദേവ സ്റ്റാർ ഹോംസ് കെട്ടിട നിർമ്മാണം സ്വപ്ന സമാനമാക്കുവാൻ ദേവ സ്റ്റാർ ഹോംസിൽ വശ്യചാരുതയാർന്ന വർണ്ണവിസ്മയമൊരുക്കിയിരിക്കുന്നു. ഇലക്ട്രിക്കൽ, ഗ്ലാസ് വാഷ് ബേസിൻ, മിറർ, ബാത്റൂം ഫിറ്റിംഗ്സ്, മോഡുലാർ കിച്ചൺ, പ്ലംബിംഗ്, ടൈൽസ്, സാനിറ്ററി, പെയിന്റ്, ഫർണിച്ചർ, ഗ്രാനൈറ്റ്, സിമെന്റ്, CP ഫാൻസി ഐറ്റംസ്. ദേവ സ്റ്റാർ ഹോംസ്, പുനലൂർ. അന്താരാഷ്ട്ര നിലവാരമുള്ള പരിശുദ്ധിയിലും അപൂർവ ഫാഷനിലുമുള്ള സ്വർണ്ണാഭരണങ്ങൾ ഇപ്പോൾ നിങ്ങൾക്കരികിൽ. വിജയകൃഷ്ണ ജുവല്ലേഴ്സ്, കൊട്ടാരക്കര, പുനലൂർ, ചടയമംഗലം, പത്തനാപുരം. പുനലൂർ ഇലക്ട്രിക്കൽസ് ആൻഡ് പ്ലംബിംഗ് നിയർ എക്സൈസ് സർക്കിൾ ഓഫീസ്, തൊളിക്കോട്, പുനലൂർ. ബ്രാൻഡഡ് കമ്പനികളുടെ ഇലക്ട്രിക്കൽസ് ആൻഡ് പ്ലംബിംഗ് ഐറ്റംസ്, സാനിറ്ററികൾ, ലൈറ്റ് ഫിറ്റിംഗ്സ്, ഫാൻസി ലൈറ്റുകൾ, ന്യൂ ജനറേഷൻ LED ലൈറ്റുകൾ എന്നിവ മിതമായ നിരക്കിൽ ഇവിടെ നിന്നും ലഭിക്കുന്നു. ഇലക്ട്രിക്കൽസ് ആൻഡ് പ്ലംബിംഗ് നിയർ എക്സൈസ് സർക്കിൾ ഓഫീസ്, തൊളിക്കോട്, പുനലൂർ. പോൾ ആൻഡ് കമ്പനി, പത്തനാപുരം. വാസ്തുവിദ്യയുടെ താളിയോല ഗ്രന്ഥങ്ങളിൽ നിന്നും ആവാഹിച്ചെടുത്ത കരവിരുത്. കേരളത്തിലെ ഈട്ടിയുടെയും തേക്കിന്റെയും ഈറ്റില്ലമായ പത്തനാപുരത്ത് നിന്നും തുടങ്ങുന്ന ജൈത്രയാത്ര. ഇറക്കുമതി ചെയ്യുന്ന യൂസ് ആൻഡ് ത്രോ ഫർണിച്ചറിന്റെ കാലം കഴിഞ്ഞു. ഇനി ആർഷഭാരതത്തിന്റെ മുഖമുദ്രയായ ഈട്ടിയുടെയും തേക്കിന്റെയും ഫർണിച്ചർ ആജീവനാന്ത ഗ്യാരണ്ടിയോടെ ഉപയോഗിക്കൂ. പോൾ ആൻഡ് കമ്പനി, ഹെഡ് ഓഫീസ്, പത്തനാപുരം. ഇനിയെന്നും ഗൃഹോപകരണങ്ങൾ പലിശരഹിത വായ്പയിലൂടെ സ്വന്തമാക്കാൻ അവസരം. നോക്കട്ടെ. White Mart, South India's largest home appliances retail network. കുറുമ്പലിൽ ഇലക്ട്രോണിക്സ് എല്ലാ പ്രമുഖ കമ്പനികളുടെയും എയർ കണ്ടീഷണറുകൾ, ടെലിവിഷനുകൾ, റെഫ്രിജറേറ്ററുകൾ, സെറ്റ് ടോപ്പ് കമ്പ്യൂട്ടറുകൾ തുടങ്ങി ഇലക്ട്രോണിക്സ് ആൻഡ് ഇലക്ട്രിക്കൽ ഉൽപ്പന്നങ്ങൾ, പെയറുകൾ ഇവിടെ നിന്നും മിതമായ വിലയിൽ ലഭ്യമാണ്. കുറുമ്പലിൽ ഇലക്ട്രോണിക്സ്, SBTക്ക് സമീപം, മെയിൻ റോഡ്, പുനലൂർ. പുനലൂരിൽ അന്തരിച്ച പ്രമുഖ CPM നേതാവ് R. ഗുരുദാസന് ആയിരങ്ങളുടെ അന്ത്യാഞ്ജലി. ആദ്യം പ്രധാന വാർത്തകൾ. BJP സംസ്ഥാന പ്രസിഡന്റിനെ പരിഹസിച്ച് CPI സംസ്ഥാന സെക്രട്ടറി. കുമ്മനം രാഷ്ട്രീയത്തിൽ കന്യായ്യപ്പനാണെന്ന് കാനം. തെന്മലയിൽ പെൻഷൻകാരോട് അവഗണനയെന്ന് പരാതി. പ്രശ്നങ്ങൾ ഉടൻ പരിഹരിക്കുമെന്ന് പഞ്ചായത്ത് ഭരണസമിതി. ഗണേഷ് കുമാർ മുന്നണി വിട്ടതോടെ പത്തനാപുരത്ത് UDFന്റെ മുഖം നഷ്ടപ്പെട്ടുവെന്ന് CPI. മണ്ഡലത്തിൽ UDF ശിഥിലമായിക്കൊണ്ടിരിക്കുകയാണെന്നും ആക്ഷേപം. പത്തനാപുരത്ത് സാമൂഹ്യ വിരുദ്ധരുടെ അഴിഞ്ഞാട്ടം. കുരിശടിയും തെരുവുവിളക്കുകളും നശിപ്പിച്ചു. വാർത്തകൾ വിശദമായി. CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ നയിക്കുന്ന ജനകീയാത്രയ്ക്ക് അഞ്ചലിൽ വൻ സ്വീകരണം. തിങ്കളാഴ്ച വൈകിട്ടായിരുന്നു ജനകീയാത്രയ്ക്ക് അഞ്ചലിൽ സ്വീകരണം നൽകിയത്. തിങ്കളാഴ്ച വൈകിട്ടോടെയാണ് ജനകീയ യാത്രയ്ക്ക് അഞ്ചലിൽ സ്വീകരണം നൽകിയത്. ആവേശോജ്വല സ്വീകരണമാണ് അഞ്ചലിൽ ജനകീയ യാത്രയ്ക്ക് ലഭിച്ചത്. ആദരണീയനായ സംസ്ഥാന സെക്രട്ടറി ഈ കേന്ദ്രത്തിലേക്ക് റെഡ് വാളണ്ടിയർമാരുടെ അകമ്പടിയോടുകൂടി എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ്. നൂറുകണക്കിന് ബൈക്കുകളുടെ അകമ്പടിയോടുകൂടി പുനലൂർ മണ്ഡലത്തിൽ നിന്ന് ആനയിച്ച് പുനലൂർ അസംബ്ലി മണ്ഡലത്തിന്റെ സ്വീകരണം ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി ജനകീയ യാത്രയുടെ നായകൻ സഖാവ് കാനം രാജേന്ദ്രൻ അഞ്ചൽ സംഘടിപ്പിച്ച സ്വീകരണ പരിപാടി മുല്ലക്കര രത്നാകരൻ MLA ഉദ്ഘാടനം ചെയ്തു. പുനലൂർ MLA അഡ്വക്കേറ്റ് K. രാജു അധ്യക്ഷനായ യോഗത്തിൽ CPI സംസ്ഥാന സമിതി അംഗം PS. സുബാൽ സ്വാഗതം പറഞ്ഞു. സമ്മേളനത്തിൽ ജാഥ ഡയറക്ടർ സത്യൻ മുഖേരി, AITC സംസ്ഥാന സെക്രട്ടറി PJ. ആഞ്ചലോസ്, AISF സംസ്ഥാന പ്രസിഡന്റ് V. വിനിൽ, അഷ്റഫ്,
പി പ്രസാദ്, ജെ ചിഞ്ചുറാണി, CPI ജില്ലാ സെക്രട്ടറി ആർ രാമചന്ദ്രൻ, CPI സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറി കെ പ്രകാശ് ബാബു, ആർ ലതാദേവി, ആർ രാജേന്ദ്രൻ, കെ അനിരുദ്ധൻ തുടങ്ങിയവർ സംസാരിച്ചു. നിരവധി പാർട്ടി പ്രവർത്തകരുടെയും സംഘടനാ നേതാക്കളുടെയും നേതൃത്വത്തിൽ ജാഥ ക്യാപ്റ്റന് സ്വീകരണം നൽകി. എക്സിക്യൂട്ടീവ് അംഗം സഖാവ് എം സലീം ജാഥ ക്യാപ്റ്റനെ സ്വീകരിക്കുന്നു. പാർട്ടി മണ്ഡലം സെക്രട്ടറി സഖാവ് KC ജോസ് ജാഥ ക്യാപ്റ്റനെ സ്വീകരിക്കുന്നു. ന്യൂസ് ബ്യൂറോ അഞ്ചൽ. BJP സംസ്ഥാന പ്രസിഡന്റ് കുമ്മനം രാജശേഖരൻ രാഷ്ട്രീയത്തിൽ കന്നിയയ്യപ്പനാണെന്ന് CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ. BJP മെമ്പർഷിപ്പ് എടുക്കാൻ ഒരു മിസ്ഡ് കോൾ അടിക്കാൻ തയ്യാറാകാത്ത ആളാണ് കുമ്മനമെന്നും കാനം അഞ്ചലിൽ കുറ്റപ്പെടുത്തി. കുമ്മനം രാജശേഖരൻ ഇതുവഴിയും ഒരു ജാഥ നടത്തിയിട്ടുണ്ടാകാൻ സാധ്യതയുണ്ട്. അദ്ദേഹം പറയുന്നത് കേന്ദ്ര ഗവൺമെന്റ് അധികാരത്തിൽ വന്നു റബ്ബർ കൃഷിക്കാരുടെ ദുരിതം അറിഞ്ഞുകൊണ്ട് തന്നെ ഞങ്ങൾ 3 മാസക്കാലത്തേക്ക് ഇറക്കുമതി നിർത്തിവെച്ചു. കുമ്മനം രാജശേഖരൻ രാഷ്ട്രീയത്തിലെ കന്നി അയ്യപ്പനാണ് എന്നെല്ലാവർക്കും അറിയാം. അദ്ദേഹം BJPയുടെ ഒരു മെമ്പർഷിപ്പ് എടുക്കാൻ ഒരു മിസ്ഡ് കോള് പോലും അടിക്കാൻ തയ്യാറാകാത്ത എന്റെ സുഹൃത്താണ്. എനിക്ക് അദ്ദേഹത്തെ വളരെ കാലമായി അറിയാം. അദ്ദേഹം പുതിയതായി രാഷ്ട്രീയത്തിലേക്ക് കന്നി അയ്യപ്പനായി രാഷ്ട്രീയത്തിലേക്ക് വന്നപ്പോൾ അദ്ദേഹം പ്രസംഗിച്ച് നടക്കുന്നു, ഞങ്ങൾ ഇറക്കുമതി നിർത്തി. ന്യൂസ് ബ്യൂറോ അഞ്ചൽ. അന്തരിച്ച CPM നേതാവും മുൻ പൊല്ലൂർ നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ ആർ ഗുരുദാസിന് ആയിരങ്ങളുടെ അന്ത്യാഞ്ജലി. ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 2:30 ശാസ്താംകുളത്തെ വീട്ടുവളപ്പിൽ ഗുരുദാസിന്റെ മൃതദേഹം സംസ്കരിച്ചു. തിങ്കളാഴ്ച വൈകിട്ട് 4:30 ഹൃദയാഘാതത്തെ തുടർന്ന് ശാസ്താംകോണം വേങ്ങവിള വീട്ടിൽ ആർ ഗുരുദാസ് അന്തരിച്ചത്. CPM പൊന്നൂർ വെസ്റ്റ് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി, മുൻ നഗരസഭാ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ, ഓട്ടോറിക്ഷ തൊഴിലാളി യൂണിയൻ CITU ഏരിയ പ്രസിഡന്റ് എന്നീ നിലകളിൽ പ്രവർത്തിച്ചിരുന്ന ഗുരുദാസിന് ആയിരങ്ങളാണ് അന്ത്യോപചാരം അർപ്പിക്കാൻ എത്തിയത്. ചൊവ്വാഴ്ച രാവിലെ 9 മണിയോടെ പൊന്നൂർ മാർക്കറ്റ് ജംഗ്ഷനിലുള്ള CPM പൊന്നൂർ വെസ്റ്റ് ലോക്കൽ കമ്മിറ്റി ഓഫീസിലും തുടർന്ന് നഗരസഭാ കാര്യാലയത്തിലും മൃതദേഹം പൊതുദർശനത്തിന് വെച്ചു. 11 മണിയോടെ വിലാപയാത്രയായി മൃതദേഹം ശാസ്താംകോണത്തെ വസതിയിലെത്തിച്ചു. ഇവിടെയും പൊതുദർശനത്തിന് വെച്ച ശേഷം മൃതദേഹം 2:30 സംസ്കരിച്ചു. സമൂഹത്തിന്റെ നാനാ തുറകളിൽ നിന്നെത്തിയ നിരവധി ആളുകൾ തങ്ങളുടെ പ്രിയ നേതാവിന് ആദരാഞ്ജലി അർപ്പിക്കാൻ എത്തിയിരുന്നു. CPM ജില്ലാ സെക്രട്ടറി KN ബാലഗോപാൽ MP, അഡ്വക്കേറ്റ് K രാജു MLA, നഗരസഭാ ചെയർമാൻ MA രാജഗോപാൽ, CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം S ജയമോഹൻ, KLDC ചെയർമാൻ ബെന്നി കക്കാട്, നഗരസഭാ കൌൺസിലർമാർ, ഉദ്യോഗസ്ഥർ തുടങ്ങി രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തെ പ്രമുഖർ ഗുരുദാസിന് അന്ത്യോപചാരം അർപ്പിക്കാൻ എത്തിയിരുന്നു.
മുൻ നഗരസഭാ ചെയർപേഴ്സൺ വിമല ഗുരുദാസാണ് ഭാര്യ. അഞ്ജലി വി ദാസ്, അർച്ചന വി ദാസ് എന്നിവർ മക്കളാണ്. ലൈവ് വാർത്ത, പുനലൂർ. നിസ്വാർത്ഥ പൊതുപ്രവർത്തകനായിരുന്നു ആർ ഗുരുദാസ് എന്ന് CPM ജില്ലാ സെക്രട്ടറി KN ബാലഗോപാൽ. ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് വൻ നഷ്ടമാണ് ഗുരുദാസിന്റെ അകാല വിയോഗത്തിലൂടെ ഉണ്ടായിരിക്കുന്നതെന്ന് CPI സംസ്ഥാന കമ്മിറ്റി അംഗം PS സുബാൽ പറഞ്ഞു. സാധാരണ തൊഴിലാളിയായിട്ട് രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിച്ച് യൂണിയന്റെ നേതാവായിരുന്നു. പിന്നീട് ജനാധിപത്യ വേദികളിൽ മുനിസിപ്പാലിറ്റിയിൽ മത്സരിച്ച് ജയിച്ചു. വളരെ ദുഷ്കരമായ ഒരു സീറ്റിൽ തന്നെ അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ ആ വ്യക്തിത്വം കൊണ്ടാണ് അന്ന് ജയിച്ചത്. ഇവിടെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായിരുന്നു. ഇപ്പോൾ ടൗണിലെ പ്രധാനപ്പെട്ട പല യൂണിയനുകളുടെയും ഭാരവാഹിത്വം വഹിക്കുന്നുണ്ട്. പാർട്ടിയുടെ പ്രധാനപ്പെട്ട നേതാവായ അദ്ദേഹം വളരെ അപ്രതീക്ഷിതമായിട്ടാണ് ഇവിടെ വരുന്ന ആളുകളുടെ ആ വികാരം മനസ്സിലാക്കുമ്പോൾ തന്നെ നമുക്കത് വ്യക്തമാവുന്നേ ഉള്ളൂ. ഇങ്ങനൊരു പ്രതീക്ഷിക്കാത്ത അങ്ങനെ കാര്യമായ രോഗമൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് പാർട്ടി പ്രവർത്തനത്തിനിടയിൽ തന്നെ കഴിഞ്ഞ ദിവസം പാർട്ടി ഓഫീസിൽ നിന്നൊരു മീറ്റിംഗ് കഴിഞ്ഞ് വീട്ടിൽ വന്ന് ഭക്ഷണം കഴിച്ച് വീണ്ടും പാർട്ടി ഓഫീസിലേക്ക് പോകാൻ ഇറങ്ങുന്ന സമയത്താണ് അസുഖം ഹോസ്പിറ്റലിലേക്ക് പോയത്. വളരെ വളരെ ദുഃഖകരമായ ഒരു വേർപാടാണ്. അദ്ദേഹത്തിൻ്റെ വേർപാടിൽ CPIMന്റെ കൊല്ലം ജില്ലാ കമ്മിറ്റിയുടെ CPIMന്റെ ഈ ജില്ലയിലെ പ്രവർത്തകരുടെ CPIM പ്രവർത്തകരുടെ പേരിൽ എല്ലാവർക്കും വേണ്ടി ഞാൻ അനുശോചിക്കുന്നു. ഗുരുദാസ് വേർപാടിൽ ദുഃഖവും അനുശോചനവും രേഖപ്പെടുത്തുകയാണ്. പുനലൂർ മേഖലയിൽ CPMന്റെയും ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെയും കരുത്തനായ നേതാവായിരുന്നു സഖാവ് ഗുരുദാസ്. പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയായിരുന്നു. അതുപോലെ തന്നെ ട്രേഡ് യൂണിയൻ രംഗത്തും വളരെ സജീവമായ പ്രവർത്തനങ്ങൾക്കാണ് ഗുരുദാസ് സഖാവ് നേതൃത്വം നൽകിയത്. അദ്ദേഹം ജനാധിപത്യ വേദിയിൽ തിരഞ്ഞെടുക്കപ്പെടുകയും പുനലൂർ മുനിസിപ്പൽ കൗൺസിലറായും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായും പ്രവർത്തിച്ചുകൊണ്ട് ഭരണരംഗത്ത് തൻ്റെ മികവ് തെളിയിച്ചിട്ടുണ്ട്. പൊതുവെ സ്വീകാര്യനായ ഒരു വ്യക്തിത്വത്തിന് ഉടമയായിരുന്നു ഗുരുദാസ് സഖാവ്. അദ്ദേഹത്തിൻ്റെ വേർപാട് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്, ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് വലിയ നഷ്ടമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ലൈവ് വാർത്ത, പുനലൂർ. തെന്മല ഗ്രാമപഞ്ചായത്തിൽ പെൻഷൻകാരെ അവഗണിക്കുന്നതായി പരാതി. എന്നാൽ പ്രശ്നങ്ങൾ ഉടൻ പരിഹരിക്കാൻ വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്ന് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഉറപ്പു നൽകി. തെന്മല ഗ്രാമപഞ്ചായത്തിൽ പെൻഷൻ കുടിശ്ശിക വാങ്ങാനെത്തുന്ന ജനങ്ങളുടെ ദുരിതം കണ്ടില്ലെന്ന് നടിക്കുകയാണ് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി. തപാൽ മുഖേന പെൻഷൻ ലഭിച്ചിരുന്ന ഗുണഭോക്താക്കൾ പെൻഷൻ കുടിശ്ശിക ചെക്കായി ലഭിച്ചതിനെതിരെ വ്യാപക പരാതി ഉയർത്തിയിരുന്നു. ഒരു വാർഡിൽ 500 മുതൽ 600 പേർക്ക് പെൻഷൻ കുടിശ്ശിക ലഭിക്കാനിരിക്കെ 100 മുതൽ 150 വരെ ആളുകൾക്ക് മാത്രമാണ് പെൻഷൻ കുടിശ്ശിക ചെക്കായി ലഭിച്ചിരിക്കുന്നത്. എന്നാൽ സർക്കാരിന്റെ തീരുമാനം മൂലം ദുരിതത്തിലായ ജനങ്ങളെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും കൈയൊഴിയുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. 3-4 വാർഡുകളിലെ ജനങ്ങളെ ഒരിടത്തെത്തിച്ച് ചെക്ക് വിതരണം ചെയ്യാൻ ഉദ്യോഗസ്ഥർ ശ്രമിക്കുമ്പോൾ കയ്യും കെട്ടി നോക്കി നിൽക്കുകയാണ് ജനപ്രതിനിധികൾ. തിങ്കളാഴ്ച തെന്മല പഞ്ചായത്തിലെ 3, 4, 5 വാർഡുകളിലെ പെൻഷൻ കുടിശ്ശിക വാങ്ങാനെത്തിയ ജനങ്ങൾ വെയിലത്ത് തറയിൽ ഇരിക്കുകയും കിടക്കുകയും ചെയ്യുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. എന്നാൽ ഒരു ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ പോലും ഇവിടെ ഉണ്ടായിരുന്നില്ല. പെൻഷൻ വാങ്ങാനെത്തിയവരിൽ കൂടുതൽ പേരും പ്രായം ചെന്നവരാണെന്നിരിക്കെ ഇവർക്ക് കുടിക്കാൻ വെള്ളമോ ഇരിക്കാനുള്ള സൗകര്യമോ പോലും പഞ്ചായത്ത് ഭരണസമിതി ഒരുക്കിയിരുന്നില്ല. ഞങ്ങൾക്ക് ബാങ്കും വേണ്ട, പോസ്റ്റ് ഓഫീസും ഇത് പഞ്ചായത്തും വേണ്ട, ഞങ്ങളുടെ പോസ്റ്റ് ഓഫീസും മതി. ഇതിപ്പോ നിങ്ങൾക്ക് ഇവിടെ എന്താ ബുദ്ധിമുട്ടുള്ളത്? ബുദ്ധിമുട്ട് ഇതേപോലെ വെള്ളം കുടിക്കാതെയും പനി പിടിച്ചവരും സുഖമില്ലാത്തവരും ഞങ്ങളെപ്പോലെ ഞങ്ങൾക്ക് 60-70 വയസ്സുള്ള ഞങ്ങൾ ഇങ്ങനെ വന്നു കിടന്ന് നരയിക്കുന്നു. പഞ്ചായത്ത് അംഗങ്ങളൊക്കെ ഉണ്ടോ? പഞ്ചായത്ത് അംഗങ്ങൾ ഒരു ഗ്ലാസ് വെള്ളം ഇവിടെ കിട്ടത്തില്ലല്ലോ. ഈ വഴിയൊന്ന് കയറിപ്പോയി വെള്ളം കുടിക്കാനൊക്കത്തില്ലല്ലോ അവരുടെ വീടിന്റെ ഭാഗത്തൂടെ. അതൊക്കെ നമ്മളിവിടുത്തെ വിധി. എന്നാൽ UDF സർക്കാർ ജനങ്ങളെ ദുരിതത്തിലാക്കിയതിനൊപ്പം പഞ്ചായത്ത് അധികൃതരെയും വെട്ടിലാക്കിയെന്നും വരും ദിവസങ്ങളിൽ വേണ്ട സൗകര്യങ്ങൾ ഏർപ്പെടുത്താൻ പഞ്ചായത്ത് കമ്മിറ്റി തീരുമാനിച്ചതായും തെന്മല ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് L. ഗോപിനാഥപിള്ള പറഞ്ഞു. ഗവൺമെന്റ് നേരിട്ട് അവിടെ വിളിച്ചാണ് ചെക്ക് കൊടുക്കുന്നത് അവരുടെ പേരിൽ. അങ്ങനെ കൊടുക്കുന്നതിൽ ഒരു വാർഡിൽ 250-300 പേരുള്ള പോസ്റ്റ് ഓഫീസിലെ ആളുകൾക്ക് ഇപ്പം ഗവൺമെന്റ് കൊടുത്തിട്ടുള്ള 300 പേരുള്ള അടുത്ത് 100 പേർക്കും 50 പേർക്കും മാത്രമേ ഉള്ളൂ. 10-200 പേർക്കും 150 പേർക്കും ഒക്കെ ഒരു വാർഡിൽ കിട്ടാത്ത അവസ്ഥയുണ്ട്. ആ കിട്ടാത്തവര് ഇവിടെ പഞ്ചായത്തുകളിലും അവരെ ക്ഷണിക്കുന്ന വാർഡുകളിലും വന്ന് വയ്യോളം അവർ ബുദ്ധിമുട്ടി തിരിച്ചു പോകേണ്ട ഒരു ഗതികേടാണ് ഉള്ളത്. ചെക്ക് കിട്ടിയവർക്ക് തന്നെ ഇത് ബാങ്കിൽ കൊണ്ട് കൊടുത്തിറക്കെ മാറിക്കൊടുക്കുന്നില്ല. അത് ക്യാഷില്ല എന്ന് പറഞ്ഞ് അവരെ 10 ദിവസം വരെ കഴിഞ്ഞു വാ എന്ന് പറഞ്ഞ് മാറ്റിയിടുന്നു. അപ്പൊ ഈ ഉടുപ്പ് കൊണ്ട് ജനങ്ങൾക്ക് പ്രയോജനമില്ല.
അർഹതയുള്ളവർക്കാർക്കും കിട്ടുന്നില്ല, കുറച്ചു പേർക്ക് മാത്രമേ കൊടുക്കുന്നുള്ളൂ. ഇത് ഗവൺമെന്റ് കൊടുത്തു തീർക്കുന്നു എന്ന് വരുത്തി തീർക്കുന്ന ഒരവസ്ഥ എല്ലാവർക്കും ഉണ്ട് എന്ന് പറയുകയും കുറച്ചു പേർക്ക് മാത്രം കൊടുത്ത് ജനങ്ങളെ വഞ്ചിച്ച് പഞ്ചായത്തുകാരെ ഗവൺമെന്റ് തെറിവിളിപ്പിക്കുന്ന ഒരു പരിപാടിയാണ് ജനങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത്. ഇത് മാറണം. ഇതിന് അർഹതപ്പെട്ട മുഴുവൻ ആളുകൾക്ക്, കിട്ടിക്കൊണ്ടിരുന്നവർക്ക് മുഴുവൻ ആളുകൾക്ക് കിട്ടാൻ ഉള്ള നടപടി ഗവൺമെന്റ് അടിയന്തരമായി സ്വീകരിക്കണം. മുഴുവൻ ആളുകളുടെയും വാർഡ് തലത്തിൽ കിട്ടാത്തവരുടെ എല്ലാ ലിസ്റ്റുകൾ എടുത്ത് പഞ്ചായത്ത് കമ്മിറ്റി എന്ന നിലയിൽ ഞങ്ങൾ ആ ലിസ്റ്റുമായി സർക്കാരിനെ നാളെ തന്നെ സമീപിക്കാൻ ഉള്ള തീരുമാനവും ഇന്ന് കൂടുന്ന പഞ്ചായത്ത് സമിതി എടുക്കാൻ പോകുക. അതേസമയം ആര്യങ്കാവ് ഗ്രാമപഞ്ചായത്തിൽ പെൻഷൻ കുടിശ്ശിക അതാത് വാർഡുകളിൽ വിതരണം ചെയ്യാൻ തീരുമാനിക്കുകയും കുടിവെള്ളം ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ ഒരുക്കാൻ പഞ്ചായത്ത് ഭരണസമിതി തീരുമാനിക്കുകയും ചെയ്തിരുന്നു. ന്യൂസ് ബ്യൂറോ, തെന്മല. Pushpagreel Central School, Edaman 34, managed by Pushpagreel Educational and Charitable Trust. Situated in the lap of Tenmala, India's first planned ecotourism destination, the school follows CBSE curriculum. Its prime importance is inculcating discipline and self-confidence among students with a view to emerge as global leaders. Most advanced and modern methods of teaching and learning, well-qualified teachers, fully fledged laboratory, modern computer lab, and a library. A wide green campus with architectural designed building. With the help of smart class, students learn by watching visual and animation. Pushpagreel Happy Kids is a home away from home. In Pushpagreel Happy Kids, children play, learn and grow together. It is the first and only CBSE affiliated school in Tenmala and Aringaon Panchayat. Bus facilities are available in a radius of 25 kilometers. Pushpagreel Central School, Edaman 34, managed by Pushpagreel Educational and Charitable Trust. SMV Herbal Remedies Private Limited, Kunnikot. ആയുർവേദ ഔഷധ നിർമ്മാണ രംഗത്ത് 60 വർഷത്തെ പ്രവർത്തന പാരമ്പര്യം, 17ഓളം പേറ്റന്റ് പ്രോഡക്റ്റുകൾ, അത്യാധുനിക യന്ത്ര സജ്ജീകരണങ്ങളോട് കൂടിയ പ്രവർത്തനം. GMP ISO സർട്ടിഫിക്കറ്റുകൾ നേടിയ പ്രമുഖ സ്ഥാപനം. അൾസർ, വാദം, രക്തസമ്മർദ്ദം തുടങ്ങി എല്ലാവിധ വ്യാധികൾക്കും ഉത്തമ ഔഷധങ്ങൾ. എല്ലാ കഷായങ്ങളുടെയും ക്യാപ്സ്യൂളുകൾ ലഭ്യമാണ്. ഔഷധ നിർമ്മാണ രംഗത്ത് കിഴക്കൻ മേഖലയിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച സ്ഥാപനം SMV Herbal Remedies Private Limited, Kunnikot. ഫോൺ 0475232533. പവിത്രം ഗോൾഡ് ആൻഡ് ഡയമണ്ടിൽ നിന്നും പർച്ചേസ് ചെയ്യൂ. 15 കോടിയിൽ പരം രൂപയുടെ സമ്മാനങ്ങൾ സ്വന്തമാക്കൂ. ഒന്നാം സമ്മാനം 1 കിലോ സ്വർണവും 1 സെലീരിയോ കാറും. രണ്ടാം സമ്മാനം 1/2 കിലോ സ്വർണം. മൂന്നാം സമ്മാനം 1/4 കിലോ സ്വർണം വീതം 2 ഭാഗ്യശാലികൾക്ക്. നാലാം സമ്മാനം 4 സെലീരിയോ കാറുകൾ 4 ഭാഗ്യശാലികൾക്ക്. അഞ്ചാം സമ്മാനം 50,000 രൂപ വീതം 56 ഭാഗ്യശാലികൾക്ക്. എല്ലാ കൂപ്പണും ഉറപ്പ് സമ്മാനങ്ങൾ. ഈ ഓഫർ ഡിസംബർ 1 മുതൽ ജനുവരി 15 വരെ മാത്രം. പവിത്രം ഗോൾഡ് ആൻഡ് ഡയമണ്ട്, പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ, പുനലൂർ. ഇപ്പോൾ ഓരോ 1/2 കിലോ റിപ്പിൾ ടീയുടെ കൂടെ 1/2 കിലോ പഞ്ചസാര സൗജന്യം. കൂടാതെ ഓരോ 250 ഗ്രാം റിപ്പിൾ ടീയുടെ കൂടെ 13 രൂപ വിലയുള്ള സേമിയ സൗജന്യം. റിപ്പിൾ ടീ. എലഗന്റ് ഇവന്റ്സ് ആൻഡ് കാറ്ററേഴ്സ്, പത്തനാപുരം. മേക്ക് യുവർ ഡേയ്സ് എലഗന്റ് ആൻഡ് ഇവന്റ്ഫുൾ. നിങ്ങളുടെ പ്രിയ മുഹൂർത്തങ്ങൾ ഏതുമാകട്ടെ, എല്ലാം ഒരു കുടക്കീഴിൽ മിതമായ നിരക്കിൽ. എലഗന്റ് ഇവന്റ്സ്, SBT ATM സമീപം, KO എബ്രഹാം ബിൽഡിംഗ്, പത്തനാപുരം. തൊട്ടുകടവിൽ ട്രേഡേഴ്സ്, മെയിൻ റോഡ്, പുനലൂർ. സാനിറ്ററി ആൻഡ് ബാത്റൂം ഫിറ്റിംഗ്സ്, ടൈൽസ്, പാരിവെയർ, പ്ലംബിംഗ് പൈപ്പുകൾ, കിച്ചൺ കബോർഡ്, ആക്സസറീസ്, ഗുണമേന്മ, വിൽപ്പനാനന്തര സേവനം എന്നിവ ഞങ്ങളുടെ മാത്രം പ്രത്യേകതയാണ്. തൊട്ടുകടവിൽ ട്രേഡേഴ്സ്, ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം, പുനലൂർ. എടാ, നിന്നെപ്പോലെ ചെറുപ്പത്തിൽ തുടങ്ങിയതായി എനിക്കും ഡയബറ്റീസ്.
എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും വീണ്ടെടുത്തു തന്നത് നമ്മുടെ ശങ്കേഴ്സ് ഐ ഹോസ്പിറ്റൽ അല്ലേ? ഇതിന് ഏറ്റവും മികച്ച ചികിത്സ നമ്മുടെ ശങ്കേഴ്സ് ഐ ഹോസ്പിറ്റലിൽ ഉണ്ടല്ലോ. കാട്രാക്ട്, ഗ്ലൂക്കോമ ആൻഡ് ഡയബറ്റിക് ഐ കെയർ സെന്റർ. വാങ്ങാൻ പോകുന്നു എങ്കിൽ ഇടിമണ്ണിക്കൽ ജ്വല്ലറിയിൽ നിന്ന് തന്നെ വാങ്ങൂ. അതാ ബുദ്ധി. BAS ഹാൾമാർക്കുള്ള 916 ആഭരണങ്ങൾ ലഭിക്കുന്ന ഇടിമണ്ണിക്കൽ. ഇടിമണ്ണിക്കൽ ജ്വല്ലറി. അതാ ബുദ്ധി. ഇടിമണ്ണിക്കൽ ജ്വല്ലറി, പുനലൂർ, റാന്നി, ചിറ്റാർ, ചങ്ങനാശ്ശേരി, കാഞ്ഞിരപ്പള്ളി, മുണ്ടക്കയം, മുക്കുട്ടുതറ. അതാ ബുദ്ധി. പുനലൂർ റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് അഗ്നിബാധ ജനങ്ങളെ പരിഭ്രാന്തരാക്കി. ചൊവ്വാഴ്ച വൈകിട്ട് 4:00 പ്രദേശത്ത് അഗ്നിബാധ ഉണ്ടായത്. ചൊവ്വാഴ്ച വൈകിട്ട് 4:30 പുനലൂർ റെയിൽവേ സ്റ്റേഷന് സമീപം അഗ്നിബാധയുണ്ടായത്. റെയിൽവേ സ്റ്റേഷനോട് ചേർന്നുള്ള സ്ഥലത്ത് ഉണങ്ങിയ പുല്ലിനായിരുന്നു തീ പിടിച്ചത്. റെയിൽവേ സ്റ്റേഷനോട് ചേർന്നുള്ള പഴയ കെട്ടിടത്തിലേക്കും തീ പടർന്നു. ഇതോടെ ജനങ്ങൾ പരിഭ്രാന്തരായി. പുനലൂരിലെ ഫയർഫോഴ്സ് യൂണിറ്റ് എത്തിയാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. സമീപത്തെ ചെടികളും പുല്ലുകളും ഉണങ്ങിയത് തീ പടർന്നു പിടിക്കാൻ കാരണമായി. എന്നാൽ എങ്ങനെയാണ് അഗ്നിബാധ ഉണ്ടായത് എന്ന കാര്യത്തെപ്പറ്റി വ്യക്തമായ സൂചനകളില്ല. വേനൽ കടുത്തതോടെ കിഴക്കൻ മേഖലയിൽ അഗ്നിബാധ നിത്യസംഭവമായിരിക്കുകയാണ്. ദിനംപ്രതി ചെറുതും വലുതുമായ നിരവധി തീപിടുത്തങ്ങളാണ് ഉണ്ടാകുന്നത്. എന്നാൽ തീപിടുത്തത്തിനെതിരെ സ്വീകരിക്കേണ്ട മുൻകരുതലുകൾ ജനങ്ങൾ സ്വീകരിക്കാത്തതാണ് അഗ്നിബാധ ഉണ്ടാകാൻ കാരണമെന്ന് പറയപ്പെടുന്നു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. KP ഗണേഷ് കുമാർ മുന്നണി വിട്ടതോടെ പത്തനാപുരത്ത് UDFന്റെ മുഖം നഷ്ടപ്പെട്ടതായി CPI പത്തനാപുരം മണ്ഡലം കമ്മിറ്റി സെക്രട്ടറി M. ജിയാസുദ്ദീൻ. കേരള കോൺഗ്രസ് ബി പത്തനാപുരം മണ്ഡല സമ്മേളനത്തിന്റെ ഭാഗമായ പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കഴിഞ്ഞ 15 വർഷക്കാലം UDF പത്തനാപുരം മണ്ഡലത്തിൽ കേരള കോൺഗ്രസ് ബിയുടെ ചെലവിലാണ് പ്രവർത്തിച്ചത്. അടുത്ത 15 വർഷവും കേരള കോൺഗ്രസ് ബിയുടെ ചെലവിൽ പത്തനാപുരം മണ്ഡലത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന UDF ആ UDF സംവിധാനത്തിൽ ലഭ്യമായതിനേക്കാൾ മെച്ചപ്പെട്ട പരിഗണന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സംവിധാനത്തിൽ കേരള കോൺഗ്രസ് ബിക്കുണ്ടായിട്ടുണ്ട് എന്ന് നിങ്ങൾ അനുഭവം പരിശോധിച്ചാൽ മനസ്സിലാക്കാം. KV ഗണേഷ് കുമാർ MLAയുടെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ജനങ്ങളുമായി ചർച്ച ചെയ്തു പങ്കുവച്ചു. നമുക്ക് ഈ തെരഞ്ഞെടുപ്പിൽ മെച്ചപ്പെട്ട വിജയം ലഭ്യമാക്കാൻ കഴിയും. കേരള കോൺഗ്രസ് ബി UDF ഇട്ടതോടെ വലതുമുന്നണി പത്തനാപുരം നിയോജക മണ്ഡലത്തിൽ തകർന്നടിഞ്ഞുവെന്നും M. ജിയാസുദ്ദീൻ പറഞ്ഞു. KPCC പ്രസിഡന്റ് VM സുധീരന്റെ നേതൃത്വത്തിൽ നടന്ന കേരള രക്ഷായാത്രയുടെ പത്തനാപുരത്തെ സ്വീകരണം പരാജയമായിരുന്നുവെന്നും കേരള കോൺഗ്രസ് M മണ്ഡലത്തിൽ ദുർബലപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്നും ജിയാസുദ്ദീൻ കൂട്ടിച്ചേർത്തു. കേരള കോൺഗ്രസ് ബിക്ക് UDFൽ ലഭിച്ചതിനേക്കാൾ കൂടുതൽ പരിഗണന LDFൽ ലഭിച്ചെന്നും അദ്ദേഹം പറഞ്ഞു. കേരള കോൺഗ്രസ് ബി ജില്ലാ ജനറൽ സെക്രട്ടറി പൂവറ്റൂർ സുരേന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി. മണ്ഡലം പ്രസിഡന്റ് S. മാഹിൻ അധ്യക്ഷത വഹിച്ചു. നിയോജകമണ്ഡലം പ്രസിഡന്റ് നെടുവന്നൂർ സുനിൽ, ജില്ലാ സെക്രട്ടറി വിജയകുമാർ, PG തങ്കച്ചൻ, MD ബാവ, അനസ് പള്ളിമുക്ക്, H. റിയാസ് മുഹമ്മദ്, ഫാരദ് റഹീം, S. റിയാദ്, MB ഗോപിനാഥ് പിള്ള, നസീമ ഷാജഹാൻ, രാജൻ പണിക്കർ, വാസുദേവൻ പിള്ള, സുരേഷ് ബാബു തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. പത്തനാപുരത്ത് സാമൂഹ്യ വിരുദ്ധ ശല്യം രൂക്ഷമാകുന്നു. സെന്റ് സ്റ്റീഫൻസ് കോളേജിന് സമീപമുള്ള കുരിശടികളും തെരുവിളക്കുകളും സാമൂഹ്യ വിരുദ്ധർ നശിപ്പിച്ചു. പത്തനാപുരം സെന്റ് സ്റ്റീഫൻസ് കോളേജിന് സമീപത്തായുള്ള സെന്റ് ഗ്രിഗോറിയസ് ഓർത്തഡോക്സ് ദേവാലയത്തിന്റെ കുരിശടിയും സമീപത്തായുള്ള ക്ഷേത്രത്തിന് മുൻവശത്തെ തെരുവിളക്കുകളുമാണ് കഴിഞ്ഞ ദിവസം രാത്രി സാമൂഹ്യ വിരുദ്ധർ നശിപ്പിച്ചത്. കുരിശടിയുടെ 4 വശത്തെയും ചില്ലുകൾ തകർത്ത ശേഷം കുരിശ് വലിച്ചെറിഞ്ഞ നിലയിലാണ്. കുരിശിലെ വൈദ്യുത ലൈറ്റുകളും സാമൂഹ്യ വിരുദ്ധർ തകർത്തു. കുരിശടിക്ക് സമീപത്തായുള്ള ഒഴുകുപാറ ഉടയൻകാവ് ക്ഷേത്രം മുതൽ മാലൂർ പരിമല ജംഗ്ഷൻ വരെയുള്ള 16 LED ലൈറ്റുകളും എറിഞ്ഞ് തകർത്ത നിലയിലാണ്. പഞ്ചായത്തിൽ നിന്നും ഒരു ലൈറ്റിന് 6000 രൂപ ചിലവാക്കി പുതുതായി സ്ഥാപിച്ച ലൈറ്റാണ് സാമൂഹ്യ വിരുദ്ധർ നശിപ്പിച്ചത്. ക്ഷേത്രവും പള്ളിയും അടുത്തടുത്തായി സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് പ്രദേശവാസികൾ മതസൌഹാർദ്ദത്തോടെയാണ് കഴിഞ്ഞു വന്നത്. മതസൌഹാർദ്ദം തകർക്കുന്നതിനായുള്ള ശ്രമമാണ് സംഭവത്തിന് പിന്നിലെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. ഇന്നലെ രാത്രി ഇവിടെ കുരിശുകുത്തിയിൽ ഇത് സാമൂഹ്യ വിരുദ്ധര് കയറി അവിടെ ഗ്ലാസുകൾ തല്ലിപ്പൊട്ടിക്കുകയും അവിടെയുള്ള കുരിശ് എടുത്ത് വെളിയിലിടുകയും ചെയ്തു. മതസൗഹാർദ്ദം നല്ല രീതിയിലുള്ള ഒരു സ്ഥലമാണ്. എങ്കിലും ഇത് സാമൂഹ്യ വിരുദ്ധര് ഇത് തകർക്കാൻ തക്കവണ്ണം ഇവിടെ പ്രവർത്തിക്കുകയുണ്ടായി. ഇത് ഏറെ പ്രതിഷേധം ഞങ്ങൾ അത് അറിയിക്കുകയാണ്. ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഇവിടെ നടക്കാതിരിക്കുവാനായിട്ട് ഒരുമിച്ച് എല്ലാവരും പ്രവർത്തിക്കുവാനായിട്ട് ഇടയാകണം. ഈ പ്രദേശത്തെ നല്ല അന്തരീക്ഷം മലിനപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള വളരെ കുൽസിതമായ ഒരു ശ്രമമാണ് നടന്നിരിക്കുന്നത്. ഈ പ്രദേശത്തെ ഏതാണ്ട് 15ഓളം സ്ട്രീറ്റ് ലൈറ്റുകൾ
തകർക്കപ്പെട്ട അവസ്ഥയിലാണ്. അതുപോലെ തന്നെ ഈ പള്ളിയോട് ചേർന്ന് ഒരു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നുണ്ട്. ഈ ക്ഷേത്രവും ഈ പള്ളിയും വളരെ വർഷങ്ങളായി വളരെ സ്നേഹത്തിലും സന്തോഷത്തിലും സൗഹാർദ്ദത്തിലും ഒത്തൊരുമിച്ച് കഴിയുന്ന ഒരു പറ്റം ആൾക്കാരാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഇത് മനഃപൂർവ്വം ഇവിടെ പ്രശ്നങ്ങളുണ്ടാക്കി ഇവിടുത്തെ സാമൂഹികവും മറ്റ് ആൾക്കാരുടെ ഇടയിൽ ആശയക്കുഴപ്പം ഉണ്ടാക്കി ഇവിടുത്തെ ആൾക്കാരെ ഭിന്നിപ്പിക്കുന്നതിനുള്ള ഏതോ കുബുദ്ധികളുടെ ആലോചനയാണെന്ന് ഞാൻ ഊഹിക്കുന്നു. ഇതിന് പിന്നിൽ പ്രവർത്തിച്ച സാമൂഹിക ദ്രോഹികളെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവന്ന് പരമാവധി ശിക്ഷ വാങ്ങിക്കൊടുക്കണമെന്ന് നിയമപാലകരോടും സർക്കാരിനോടും ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കുകയാണ്. പത്തനാപുരം CI സ്റ്റുവർട്ട് കീലർ, SI രാഹുൽ രവീന്ദ്രൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘവും കൊല്ലത്ത് നിന്നുള്ള വിരലടയാള വിദഗ്ധരും ഡോഗ് സ്ക്വാഡും സ്ഥലത്തെത്തി പരിശോധന നടത്തി. പത്തനാപുരം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. ആര്യങ്കാവിൽ സാന്ത്വന പരിചരണ പാലിയേറ്റീവ് കെയർ രോഗി കുടുംബ സംഗമം സംഘടിപ്പിച്ചു. പരിപാടി അഡ്വക്കേറ്റ് K. രാജു MLA ഉദ്ഘാടനം ചെയ്തു. ആര്യങ്കാവ് ഗ്രാമപഞ്ചായത്തിന്റെയും കഴുതുരുട്ടി പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് സാന്ത്വന പരിചരണം എന്ന പേരിൽ പാലിയേറ്റീവ് കെയർ രോഗി കുടുംബസംഗമം സംഘടിപ്പിച്ചത്. കഴുതുരുട്ടി പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ നടന്ന പരിപാടി പുനലൂർ MLA അഡ്വക്കേറ്റ് K. രാജു ഉദ്ഘാടനം ചെയ്തു. രോഗം ബാധിച്ച് കിടപ്പിലായ മറ്റ് ജീവിതമാർഗങ്ങൾ മരുന്നിനായാലും വസ്ത്രത്തിനായാലും അതുപോലെ തന്നെ ആഹാരത്തിനായാലും ഒക്കെ ബുദ്ധിമുട്ടുന്ന നമ്മുടെ പഞ്ചായത്തിലെ മുതിർന്ന പൗരന്മാർ, അവരെയാണ് മുഖ്യമായി ലക്ഷ്യം. മുതിർന്ന പൗരന്മാരല്ലാത്തവരുണ്ടെങ്കിലും ഞാൻ ഈ പറഞ്ഞ രീതിയിൽ അവര് ശയ്യാവലംബികൾ അല്ലെങ്കിൽ രോഗബാധിതരായി മിക്കവാറും സമയം കട്ടിലിൽ തന്നെ അല്ലെങ്കിൽ പായിൽ തന്നെ കിടക്കേണ്ടി വരുന്ന ആ സ്ഥിതി, അവരെയാണ് നമ്മൾ ശയ്യാവലംബികൾ എന്ന് പറയുന്നത്. ആ സ്ഥിതിയിൽ ഉള്ള രോഗികളായിട്ടുള്ള ആളുകൾ, അപ്പൊ അവരെയാണ് ലക്ഷ്യം വെക്കുന്നത് ഈ പ്രോജക്ട്. കുടുംബത്തിൽ രോഗം വരുന്നവരെ ശുശ്രൂഷിക്കാൻ കുടുംബാംഗങ്ങൾ തന്നെ മുൻകൈയെടുക്കണമെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ K. രാജു പറഞ്ഞു. പഴയ രീതിയിലല്ലല്ലോ നമ്മുടെ കുടുംബ ബന്ധങ്ങൾ തന്നെ. മുമ്പാണെങ്കിൽ ഒരു വീട്ടിൽ പ്രായമായ അച്ഛനും അമ്മയും അതോടൊപ്പം തന്നെ 3, 4, 5 മക്കളും അതിൽ കൂടുതലായിരുന്നു. അവരുടെ മക്കളും ഒക്കെ കാണും, കൂട്ടുകുടുംബം പോലെ കാണും. അപ്പൊ ഒരു വീട്ടിൽ ഒരാളൊന്ന് തളർന്നു പോയാൽ ഒന്ന് വീണാൽ ആ ആളിനെ താങ്ങാനും ഒരു തണലായി നിൽക്കാനും വീട്ടിൽ തന്നെ പല അംഗങ്ങളും കാണുമായിരുന്നു. എന്നാൽ ഇന്ന് സ്ഥിതി മാറി. എന്നൊരു വീട്ടിൽ ഭാര്യയും ഭർത്താവും അവർക്ക് ഒരു കുട്ടി അല്ലെങ്കിൽ 2 കുട്ടി എന്നുള്ള സ്ഥിതി. അവര് മുതിരുമ്പോൾ അവരെല്ലാം പഠിക്കുകയാണ്. അവര് മുതിരുമ്പോൾ അവര് വിവാഹിതരായി മറ്റെവിടെങ്കിലും അല്ലെങ്കിൽ ജോലി കിട്ടി മറ്റെവിടെങ്കിലും പോവുക. വീണ്ടും ഈ വീട്ടിൽ ഈ അച്ഛനും അമ്മയും ഒറ്റയ്ക്കാകുന്ന സ്ഥിതി. ആ സാഹചര്യത്തിൽ യഥാർത്ഥത്തിൽ സമ്പത്തുണ്ടെങ്കിൽ പോലും ഒരു മുതിർന്ന പൗരന് തന്റെ മക്കളോടൊപ്പം കൊച്ചുമക്കളോടൊപ്പം കുറച്ച് സമയം ചെലവഴിക്കാൻ പോലും കഴിയാത്ത ഒരു സാമൂഹ്യ ചുറ്റുപാട് ഇന്നിപ്പോ കേരളത്തിൽ. രാവിലെ 10 മുതൽ വൈകിട്ട് 3 മണിവരെയായിരുന്നു കുടുംബസംഗമം സംഘടിപ്പിച്ചിരുന്നത്. ഉദ്ഘാടന ചടങ്ങിന് ആര്യങ്കാവ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് H. അബ്ദുൽ ഖാദർ അധ്യക്ഷനായി. പരിപാടിയിൽ രോഗികൾക്കുള്ള ഭക്ഷ്യധാന്യ വിതരണം കൊല്ലം ജില്ലാ പഞ്ചായത്ത് അംഗം KR ശ്രീജ നിർവഹിച്ചു. 10 കിലോ അരി, പയർ, ഓട്സ് എന്നിവ അടങ്ങുന്ന കിറ്റാണ് രോഗികൾക്ക് വിതരണം ചെയ്തത്. കൂടാതെ രോഗികൾക്ക് വാക്കിംഗ് സ്റ്റിക്കും പുതപ്പുകളും നൽകി. ചടങ്ങിൽ ചലച്ചിത്ര സംവിധായകൻ MA നിഷാദ് മുഖ്യ അതിഥിയായി. കഴുതുരുട്ടി പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലെ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ R. ബിനു സ്വാഗതം പറഞ്ഞു. ഹെൽത്ത് ഇൻസ്പെക്ടർ K. കുമാർ റിപ്പോർട്ട് അവതരിപ്പിച്ചു. പരിപാടിയിൽ ജനപ്രതിനിധികളായ വിജയമ്മ, ധന്യ രാജു, സുരേഷ് ബാബു, MS മുരുകേശൻ, ബിനു മാത്യു, മിനിമോൾ, സരസ്വതി, ത്രേസ്യമ്മ, R. പ്രദീപ്, ആര്യങ്കാവ് പഞ്ചായത്ത് സെക്രട്ടറി A. സലീം തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തെന്മല. പത്തനാപുരം പട്ടണത്തിൽ സീബ്ര ലൈനില്ലാത്തത് കാൽനട യാത്രികർക്ക് ബുദ്ധിമുട്ടാകുന്നു. ഇതുമൂലം റോഡ് മുറിച്ച് കടക്കുമ്പോഴുണ്ടാകുന്ന അപകടങ്ങളും പതിവാകുകയാണ്. മുൻപ് പത്തനാപുരം പട്ടണത്തിൽ 10ഓളം സ്ഥലങ്ങളിൽ സീബ്ര ലൈൻ സ്ഥാപിച്ചിരുന്നുവെങ്കിലും കാലപ്പഴക്കത്താൽ അവയെല്ലാം മാഞ്ഞു. ഇതോടെ കാൽനടയാത്രക്കാർ ഏറെ ബുദ്ധിമുട്ടുകയാണ്. ഹോസ്പിറ്റൽ ജംഗ്ഷൻ, പഞ്ചായത്ത് ജംഗ്ഷൻ, കല്ലിങ്കടവ് തുടങ്ങിയ പ്രദേശങ്ങളിലുണ്ടായിരുന്ന സീബ്ര ലൈൻ നശിച്ചതോടെ വൃദ്ധർ അടക്കമുള്ള കാൽനടയാത്രികർ ഏറെ ബുദ്ധിമുട്ടുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. ഇതുമൂലം പലപ്പോഴും റോഡ് മുറിച്ച് കിടക്കുമ്പോൾ ചെറുതും വലുതുമായ അപകടങ്ങളും ഉണ്ടാകുന്നുണ്ട്. ടൌണിൽ സ്ഥാപിച്ചിരുന്ന സിഗ്നൽ സംവിധാനം കൂടി തകരാറിലായതോടെ വാഹനങ്ങൾ തലങ്ങും വിലങ്ങും ചീറിപ്പായുകയാണ്. ടൌണിൽ ഗതാഗത നിയന്ത്രണത്തിനും നിയമപാലനത്തിനുമായി ഹോംഗാർഡുകൾ
ആളുകളെ നിയമിച്ചിട്ടുണ്ടെങ്കിലും അവർക്കും നിയന്ത്രിക്കാൻ കഴിയാത്ത തരത്തിലാണ് വാഹനങ്ങളുടെ മരണപ്പാച്ചിൽ. പലപ്പോഴും കല്ലുംകടവ് മുതൽ നെടുമ്പറമ്പ് വരെയും ടൗൺ മുതൽ പഞ്ചായത്ത് ജംഗ്ഷൻ വരെയും വാഹനങ്ങൾ നിയന്ത്രിക്കാൻ ആകെ 2 ഹോംഗാർഡുകളുടെ സേവനം മാത്രമാണ് ലഭ്യമാകുന്നത്. ഹോംഗാർഡുകൾ ആത്മാർത്ഥമായി സേവനമനുഷ്ഠിച്ചാലും ടൗണിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ്. നിലവാരം കുറഞ്ഞ പെയിന്റ് ഉപയോഗിച്ച് സീബ്ര ലൈൻ നിർമ്മിച്ചതാണ് വലിയ കാലതാമസമില്ലാതെ സീബ്ര ലൈൻ നശിക്കാൻ കാരണമെന്ന് പറയപ്പെടുന്നു. ശബരിമല സീസണിൽ റോഡ് ടാറിംഗ് നടത്തിയപ്പോഴും സീബ്ര ലൈൻ വരച്ചിരുന്നില്ല. ടൗണിൽ സീബ്ര ലൈൻ വരയ്ക്കാത്തതിനെതിരെയും സിഗ്നൽ സംവിധാനം പുനഃസ്ഥാപിക്കാൻ കഴിയാത്തതിനെതിരെയും പ്രതിഷേധവും ശക്തമാകുന്നുണ്ട്. ഒരുപാട് അപകടങ്ങൾ സംഭവിക്കുന്നു. ഞങ്ങൾ ഈ പരിസരത്തുള്ള കുട്ടികൾ അപ്പുറത്തോട്ടോ അല്ലെങ്കിൽ സ്കൂളിലെ കുട്ടികൾ ആ വശത്തുനിന്ന് ഇങ്ങോട്ട് കിടക്കുമ്പോഴൊക്കെയും അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പിന്നെ അതുകൊണ്ട് ഹോം ഗാർഡുകളുടെ കുറവ് കൊണ്ടോ അവർ ഈ ബസ് നിയന്ത്രിക്കാൻ തന്നെ പാടുപെടുന്നത് കൊണ്ടോ ആയിരിക്കാം ഇവരെ ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് അത്യാവശ്യമായിട്ടും സീബ്ര ലൈൻ ഈ ടൗണിൻ്റെ പല ഭാഗത്തും വേണം. സ്കൂളിൻ്റെ ഏരിയയിൽ പോലും ഇതില്ല. അതുകൊണ്ട് വളരെ അപകടങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. ഈ നിമിഷമായിരുന്നു എന്റെ സ്വപ്നം. ഈ കാഴ്ചയ്ക്കായിരുന്നു എന്റെ കാത്തിരിപ്പ്. ഈ മുഹൂർത്തത്തിനായിരുന്നു ഞങ്ങളുടെ ജീവിതം. പാലത്ര ഫാഷൻ ജുവലേഴ്സ്, as pure as your love. വെറൈറ്റി ലേഡീസ് കളക്ഷൻസിന്റെ നവീകരിച്ച ഷോറൂം പുനലൂർ SPTക്ക് സമീപം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. മാച്ചിങ് മാല, വള, കമ്മൽ, ഹെയർ ക്ലിപ്പ്, ഷഹനാസ്, ലാക്മേ, ആറ്റിക്സ് ഡാസ്ലർ, മെബ്ലിൻ, നിരവധി പ്രമുഖ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ കൂടാതെ ലേഡീസ് ബാഗുകൾ, ഫ്ലവേഴ്സ്, ക്ലേഷ് ഐറ്റംസ്, ചുരിദാർ മെറ്റീരിയൽസ് ഹോൾസെയിൽ വിലയിൽ നിങ്ങൾക്ക് ലഭിക്കുന്നു. വെറൈറ്റി ലേഡീസ് കളക്ഷൻ. സിറ്റി അലൂമിനിയം ട്രേഡേഴ്സ്, ചെമ്മന്തൂർ, പുനലൂർ. മികച്ച പ്രാവീണ്യം നേടിയ ഞങ്ങൾ അലൂമിനിയം പാർട്ടീഷൻ, സൂപ്പർ സ്ലൈഡിംഗ് വിൻഡോസ്, ഫോൾ സീലിംഗ്സ്, സ്ട്രക്ചറൽ ഗ്ലേസിംഗ് കൂടാതെ എല്ലാവിധ അലൂമിനിയം ഫാബ്രിക്കേഷൻ വർക്ക്സും മെറ്റീരിയൽസും ഞങ്ങളിൽ നിന്ന് മിതമായ വിലയിൽ പർച്ചേസ് ചെയ്ത് നിങ്ങളുടെ സൗകര്യാർത്ഥം ചെയ്തു നൽകപ്പെടുന്നു. സിറ്റി അലൂമിനിയം ട്രേഡേഴ്സ്. പൊന്നണിയാൻ ആശിക്കുന്ന പെൺമനസ്സുകൾക്ക് പൊന്നിൻ കലവറയുമായി പവിഴം ഗോൾഡ്. ലേറ്റസ്റ്റ് ഫാഷൻ ഡിസൈൻ ആഭരണങ്ങളുടെയും പാരമ്പര്യ തനിമയുള്ള ആഭരണങ്ങളുടെയും വിപുലമായ കളക്ഷൻസ്. പവിഴം ഗോൾഡ്, 100% 916 BIS ഹോൾമാർക്ക് ഷോറൂം, മുനിസിപ്പൽ ബിൽഡിംഗ്, മാർക്കറ്റ് ജംഗ്ഷൻ, പുനലൂർ. അഞ്ചൽ സെയിന്റ് ജോസഫ് മിഷൻ ഹോസ്പിറ്റൽ മൾട്ടി സ്പെഷ്യാലിറ്റി, സൂപ്പർ സ്പെഷ്യാലിറ്റി വിഭാഗത്തിലുള്ള എല്ലാത്തരം രോഗങ്ങൾക്കും പ്രതിവിധി നൽകുന്നു. പരിചയസമ്പന്നരും പ്രഗത്ഭരുമായ ഡോക്ടേഴ്സ്, ഡയാലിസിസ് യൂണിറ്റ്, ബ്ലഡ് ബാങ്ക്, ക്ലിനിക്കൽ ലാബ്, ന്യൂറോ ICU, കാർഡിയക് ICU, സർജിക്കൽ ICU മുതലായ നൂതന സൗകര്യങ്ങളോടുകൂടിയ സെയിന്റ് ജോസഫ് മിഷൻ ഹോസ്പിറ്റൽ. അഗസ്ത്യക്കോട് ന്യൂ LP സ്കൂളിന് വാഹനം ലഭ്യമാക്കുന്നതിന് വാർഡ് മെമ്പർ നടത്തുന്ന ശ്രമങ്ങൾക്ക് ജനകീയ പിന്തുണ. പൊതുജന പങ്കാളിത്തത്തോടെ സ്കൂളിന് വാഹനം ലഭ്യമാക്കുന്ന ശ്രമത്തിനാണ് പഞ്ചായത്ത് അംഗം നന്ദകുമാർ. അഗസ്ത്യക്കോട് ന്യൂ LP സ്കൂളിന് വാഹനം ലഭ്യമാക്കുന്നതിനായി BJP സ്ഥാനാർത്ഥിയായി മത്സരിച്ച് വിജയിച്ച M നന്ദകുമാറിന്റെ പ്രവർത്തനങ്ങൾക്ക് വൻ ജനകീയ പിന്തുണ. പദ്ധതി വിജയിപ്പിക്കുന്നതിനായി ആദ്യ സംഭാവന അഗസ്ത്യക്കോട് രാജ്ഭവനിൽ ഭവ്യരാജ് വാർഡ് മെമ്പർ V നന്ദകുമാറിന് കൈമാറി. തന്റെ മകന്റെ ജന്മദിനാഘോഷ ചടങ്ങിൽ വെച്ചാണ് 10,000 രൂപയുടെ ചെക്ക് ഭവ്യരാജ് നന്ദകുമാറിന് നൽകിയത്. അഗസ്ത്യക്കോട് നിവാസികളുടെ ചിരകാല ആഗ്രഹമായിരുന്നു സ്കൂളിന് സ്വന്തമായൊരു വാഹനം എന്നത്. തികച്ചും നിർധനരായ വിദ്യാർത്ഥികൾ പഠിക്കുന്ന സ്കൂളിന് ഒരു മുതൽക്കൂട്ടാകും ഈ വാഹനം. മുൻപ് ഈ സ്കൂൾ അടച്ചുപൂട്ടലിന്റെ വക്കിൽ വരെ എത്തിയിരുന്നു. എങ്കിലും നിരവധി ആളുകളുടെ സഹായ സഹകരണത്തോടെ സ്കൂൾ വീണ്ടും അഭിവൃദ്ധിയിലേക്ക് കരകയറി. ഇപ്പോൾ ഏകദേശം 70ഓളം കുട്ടികളാണ് ഈ സ്കൂൾ പഠിക്കുന്നത്. കലാകായിക രംഗങ്ങളിലും സ്കൂളിന്റെ പ്രാതിനിധ്യം ഉറപ്പിക്കുകയും സമ്മാനങ്ങൾ കരസ്ഥമാക്കുകയും ചെയ്തതോടെ സ്കൂൾ അറിയപ്പെട്ടു തുടങ്ങി. സ്വന്തമായി ഒരു വാഹനം കൂടി എത്തിയാൽ സ്കൂളിലെ കുട്ടികളുടെ എണ്ണം ഇനിയും വർദ്ധിപ്പിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് സ്കൂൾ അധികൃതരും നാട്ടുകാരും. ഇതിനായി കൂടുതൽ ആളുകൾ സഹായഹസ്തവുമായി എത്തുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. കേരള വ്യാപാരി വ്യവസായി സമിതിയുടെ നേതൃത്വത്തിൽ നടത്തിയ കടയടപ്പ് സമരം പുനലൂരിൽ പൂർണ്ണം. ചുരുക്കം ചില കടകൾ മാത്രമാണ് തുറന്നു പ്രവർത്തിച്ചത്. ഉദ്യോഗസ്ഥരുടെ വ്യാപാരവിരുദ്ധ നിലപാട് അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് തൃശൂർ തേക്കിൻകാട് മൈതാനിയിൽ നടക്കുന്ന സമര കൺവെൻഷന്റെ ഭാഗമായാണ് ചൊവ്വാഴ്ച സംസ്ഥാന വ്യാപകമായി വ്യാപാരികൾ കടകളടച്ച് പണിമുടക്ക് നടത്തിയത്. കടയടപ്പ് സമരം പുനലൂരിൽ പൂർണ്ണമായിരുന്നു. വ്യാപാര വ്യവസായ ഏകോപന സമിതിയിൽ അംഗങ്ങളായിട്ടുള്ള മുഴുവൻ വ്യാപാരികളും കടകളടച്ച് പണിമുടക്കി. എന്നാൽ ചുരുക്കം ചില ഹോട്ടലുകളും ചെറിയ ചില കടകളും മാത്രമാണ് തുറന്നു പ്രവർത്തിച്ചത്. ന്യൂസ് ബ്യൂറോ, പുനലൂർ. ഇനി സ്വർണ്ണം വെള്ളി നിരക്ക്. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പവിത്രം ജുവല്ലേഴ്സ്, പുനലൂർ. പ്യുവർ 916 ഹോൾമാർക്ക് ഗോൾഡ്. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പവിത്രം ജുവല്ലേഴ്സ്, പുനലൂർ. പ്യുവർ 916 ഹോൾമാർക്ക് ഗോൾഡ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി.
BJP സംസ്ഥാന പ്രസിഡന്റിനെ പരിഹസിച്ച് CPI സംസ്ഥാന സെക്രട്ടറി. കുമ്മനം രാഷ്ട്രീയത്തിൽ കന്നി അയ്യപ്പനാണെന്ന് കാനം. തെന്മലയിൽ പെൻഷൻകാരോട് അവഗണനയെന്ന് പരാതി. പ്രശ്നങ്ങൾ ഉടൻ പരിഹരിക്കുമെന്ന് പഞ്ചായത്ത് ഭരണസമിതി. ഗണേഷ് കുമാർ മുന്നണി വിട്ടതോടെ പത്തനാപുരത്ത് UDFന്റെ മുഖം നഷ്ടപ്പെട്ടുവെന്ന് CPI. മണ്ഡലത്തിൽ UDF ശിഥിലമായിക്കൊണ്ടിരിക്കുകയാണെന്നും ആക്ഷേപം. പത്തനാപുരത്ത് സാമൂഹ്യ വിരുദ്ധരുടെ അഴിഞ്ഞാട്ടം. കുരിച്ചടിയും തെരുവുവിളക്കുകളും നശിപ്പിച്ചു. ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് livevarta.com സന്ദർശിക്കുക. നമസ്കാരം. ലൈവ് വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പുനലൂർ ഇലക്ട്രിക്കൽസ്, വെറൈറ്റി ലേഡീസ് കളക്ഷൻസ് പുനലൂർ, ഇടിമണിക്കൽ ജുവലറി പുനലൂർ, കുരുമ്പേലിൽ ഇലക്ട്രോണിക്സ് പുനലൂർ, ശങ്കർ സായി ഹോസ്പിറ്റൽ പുനലൂർ.